നമസ്തേ ടു ഓൾ ആൻഡ് വെൽക്കം ബാക്ക് ടു ഇഷ സ്പൈസി ടേസ്റ്റി വർക്ക്. ഇന്നത്തെ നമ്മുടെ കിച്ചണിൽ മാമ്പഴ പുളിശ്ശേരി നമുക്കൊന്ന് തയ്യാറാക്കിയാലോ. മാമ്പഴ പുളിശ്ശേരി ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ആരും കാണില്ലെന്ന് എനിക്കറിയാം. തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. സോ റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിൽ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു മാമ്പഴം പുളിശ്ശേരി ഒന്ന് തയ്യാറാക്കി നോക്കാം കേട്ടോ. മാമ്പഴം പുളിശ്ശേരി തയ്യാറാക്കാനായിട്ട് എനിക്ക് ഇവിടെ കുറച്ച് മാമ്പഴം, അതായത് നാട്ടു മാമ്പഴം കിട്ടിയിട്ടുണ്ടായിരുന്നു, ഒരു 5 എണ്ണം. അത് ഞാൻ ഈ ഒരു മാമ്പഴം കടായിലോട്ട് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടായിലോട്ട് ചേർത്തതിന് ശേഷം നമുക്കിതിലോട്ട് 1 കപ്പ് വെള്ളവും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. വെള്ളം ആവശ്യമനുസരിച്ച് ചേർത്തതിന് ശേഷം നമുക്ക് കുറച്ച് കരിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. മാമ്പഴം ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് വെള്ളം ആഡ് ചെയ്യുന്നത് കേട്ടോ. അതിനുശേഷം ഞാനിവിടെ കാന്താരി മുളകാണ് എടുത്തിരിക്കുന്നത്. അത് നടുവിൽ നിന്ന് കീറി എടുത്തിട്ടുണ്ട്. അത് ഒരു 5-6 എണ്ണം ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാന്താരി മുളക് ഇല്ലെങ്കിൽ ജസ്റ്റ് സാധാരണ നമ്മുടെ പച്ചമുളക് വേണമെങ്കിലും ആഡ് ചെയ്തോളൂ കേട്ടോ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയാണ്. സോ ഞാൻ 1/2 ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവ് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ആഡ് ചെയ്തോളൂ കേട്ടോ. ഇനി ഇതിലോട്ട് ആവശ്യമനുസരിച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ലിഡിറ്റ് ക്ലോസ് ചെയ്ത് മാമ്പഴം ഒന്ന് വേവാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് ഒരു മിക്സി ജാർ എടുക്കാം. മിക്സി ജാറിലോട്ട് 1 കപ്പ് നാളികേരം, നല്ല ഫ്രഷ് ആയിട്ട് ചെറിയ നാളികേരം ചേർക്കാം. അതിലോട്ട് ഒരു 1/2 ടീസ്പൂണ് ജീരകം കൂടെ ചേർക്കാം. ജീരകം ചേർത്തതിന് ശേഷം ഇതിലോട്ട് 1 to 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർക്കാം. നിങ്ങൾക്ക് ഇതിലോട്ട് വേണമെങ്കിൽ ചെറിയ ഉള്ളിയും കൂടെ ചേർത്തോളൂ കേട്ടോ. അതിനുശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം. അതിനുശേഷം നമ്മുടെ മാമ്പഴം ഒന്ന് ചെക്ക് ചെയ്താലോ. ലിഡ് ഓപ്പൺ ചെയ്തതിന് ശേഷം നോക്കിക്കോളൂ, നമ്മുടെ മാമ്പഴം ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തോളൂ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ നാളികേരത്തിൻ്റെ പേസ്റ്റ് നമുക്ക് ഇതിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിം വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ലൈറ്റായിട്ടൊരു ബോയിൽ ആവുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇതുപോലെ ഒന്ന് ബോയിലായതിന് ശേഷം ഇതിലോട്ട് നമുക്കൊരു 1.5 കപ്പ് തൈര് കൂടെ ചേർക്കാം. നല്ല കട്ട തൈര് നന്നായിട്ടൊരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിരിക്കുകയാണ്. അതും കൂടെ നമുക്ക് ഇതിലോട്ട് ഒന്ന് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ. ബോയിൽ ആവേണ്ട ആവശ്യമൊന്നുമില്ല. തൈര് ചേർത്തതിന് ശേഷം ജസ്റ്റ് ലൈറ്റായിട്ടൊന്ന് ചൂടായാൽ മതി. സോ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. തൈര് അധികം തിളച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ജസ്റ്റ് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ. ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ആവശ്യമനുസരിച്ച് ഉണ്ടോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് കടുക് താളിക്കാം കേട്ടോ. ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒരു കടായി വെച്ചിട്ടുണ്ട്. കടായിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ചേർത്തിരിക്കുന്നത്. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം ഇതിലോട്ട് നമുക്കൊരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ കടുകും കൂടെ ചേർക്കാം. അതിലോട്ട് കുറച്ച് വത്തലമുളകും കൂടെ ചുരുക്കിയിട്ട് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് കരിവേപ്പിലയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് താളിച്ചെടുക്കാം. താളിച്ചെടുത്തതിന് ശേഷം ഈ ഒരു താളിച്ച് എടുത്തിരിക്കുന്ന ആ ഒരു മിശ്രിതം നമ്മുടെ മോരുകറി, അതായത് നമ്മുടെ മാമ്പഴം പുളിശ്ശേരിയിലോട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വളരെയേറെ രുചികരമായ നമ്മുടെ മാമ്പഴം പുളിശ്ശേരി ഇവിടെ റെഡിയാണ്. താളിച്ച് നമ്മുടെ മിക്സും ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കൊരു ബൗളിലോട്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ല കേട്ടോ. ആ ഒരു സ്മെല്ല് എനിക്കാണെങ്കിൽ ഇപ്പോഴേ അങ്ങ് ചോറുണ്ണാൻ അങ്ങ് കൊതിയാവുക. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മാമ്പഴം പുളിശ്ശേരി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിലും മാമ്പഴം കിട്ടിക്കാണുമല്ലോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. സോ ഇന്നത്തെ നമ്മുടെ ഈ ഒരു മാമ്പഴം പുളിശ്ശേരിയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് തന്നെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാൻ എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. കൂടാതെ നമ്മുടെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം പേജും ഒന്ന് ഫോളോ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അടുത്ത നല്ലൊരു റെസിപ്പി കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ.